ദാസേട്ടൻ്റെ ജന്മദിന ആഘോഷം നടക്കുകയാണ്. ആഘോഷമായിട്ടില്ല, അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് ഇന്ന് ജന്മദിനത്തെ കാണുന്നത്. 12 മണിക്ക് ഒരു കേക്ക് മുറിക്കും പ്രഭുചേച്ചിയോടൊപ്പം. KG യേശുദാസിൻ്റെ പിറന്നാൾ പക്ഷേ ആരാധകർ ആഘോഷിക്കുന്നുണ്ട്. വലിയ ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുന്ന പല സ്ഥലത്തും. ദാസേട്ടൻ്റെ പഴയ വീട് ഇന്നൊരു ഹോട്ടലാണ്. അദ്ദേഹം അത് വിറ്റിരുന്നു. കഴിഞ്ഞ വർഷം നമ്മളത് കാണിച്ചിരുന്നു. ദാസേട്ടൻ ജനിച്ചു വളർന്ന ഫോർട്ട് കൊച്ചിയിലെ ഹൗസ് ഓഫ് യേശുദാസിൽ നിന്ന് അശ്വിൻ പാലാടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, പറയൂ അശ്വിൻ, അവിടെ ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണ് ആ ഹോട്ടൽ. കാര്യം അദ്ദേഹം അഗസ്റ്റിൻ ജോസഫിൻ്റെ വീട്, ദാസേട്ടൻ്റെ വീട്, ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ, നമ്മുടെ സർഗ്ഗ ജീവിതത്തിൻ്റെ വലിയ വലിയ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണത്. പറയൂ. തീർച്ചയായും SKN, നമ്മളിപ്പോൾ ഉള്ളത് യേശുദാസ് ജനിച്ചു വളർന്ന വീട്ടിലാണ്. ഇപ്പോൾ ഇത് ഹൗസ് ഓഫ് യേശുദാസ് എന്നുള്ള പേരിൽ ഒരു ഹോട്ടൽ സംരംഭമായി പ്രവർത്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ യേശുദാസ് ഇവിടെ നിന്ന് ഈ വീട് മറ്റൊരാൾക്ക് കൈമാറി വിറ്റ് മാറുകയാണ്. ഇപ്പോൾ ഇതൊരു ഓയോ ഫ്ലാഗ്ഷിപ്പാണ്. എന്തായാലും ഒരുപാട് യേശുദാസിനെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളുള്ള, ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ ഏരിയയിൽ തന്നെയുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റിൻ സ്ട്രീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടുള്ളത്. ഈ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് യേശുദാസിൻ്റെ അമ്മ നട്ടുപിടിപ്പിച്ചൊരു മാവ്, അത് ഈ വീടിനുള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ വീട് കൈമാറിയപ്പോൾ അത് കൊടുത്തയാൾ ഇപ്പോഴും ആ മരം, അത് ഈ മാവിന് ഒന്നും സംഭവിക്കാതെ, അതായത് അത് അതേപടി നട്ടു വളർത്തുകയാണ്, അത് പരിപാലിച്ചു പോരുകയാണ്. നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കോൺക്രീറ്റ് എല്ലാം മറികടന്നുകൊണ്ട് മുകളിലേക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവ് കാണാം. ഇത് യേശുദാസ് ഈ വീട് വിറ്റപ്പോൾ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു, ഇത് തൻ്റെ അമ്മ നട്ട മാവാണ്, മൽഗോവ മാവാണ്, അത് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അതേപടി തന്നെ പോകുന്നതിൽ ഇന്ന് വളരെ അത്ഭുതവുമുണ്ട്. ഇന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്നൊരു ജന്മദിന പരിപാടി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ താഴെ നിന്ന് കണ്ട മാവ് നമുക്ക് മുകളിൽ 2ാം നിലയിൽ എത്തുമ്പോഴും അതേപടി തന്നെ നിൽക്കുന്നത് കാണാം. എന്തായാലും ഇന്ന് സംവിധായകൻ കമൽ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇവിടെ ഒരു ചെറിയ കേക്ക് മുറിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കൾ, ഇപ്പോൾ ജൂനിയർ മെഹബൂബ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ ഈ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ളത്? അത് ദാസേട്ടനെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കലാകാരന്മാരായത്. നമ്മുടെ പ്രചോദനം ദാസേട്ടനാണ്. അപ്പോൾ ദാസേട്ടൻ നമ്മുടെ ഈ സമയങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ദാസേട്ടൻ്റെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. SKN, അങ്ങനെയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സംവിധായകൻ കമൽ അദ്ദേഹത്തിൻ്റെ ഈ പഴയ വീട്ടിലെത്തും. അവിടെ കേക്ക് മുറി അടക്കമുള്ള ചടങ്ങുകളുണ്ട്. അതുകൂടാതെ പാടിവട്ടത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് വലിയ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ യേശുദാസ് അടക്കമുള്ള ആളുകൾ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. നടൻ ദിലീപ് അടക്കമുള്ളവർ നേരിട്ടും വരുന്നുണ്ട്. അങ്ങനെ പല പരിപാടികൾ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഈ പിറന്നാൾ ആഘോഷം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ജനിച്ചു വളർന്ന വീട്ടിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദാസേട്ടൻ്റെ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നാണ് അശ്വിൻ പാലാടി നമുക്കൊപ്പം ചേർന്നത്.